അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാരിയ അൽ ഖിബ്തിയ എന്ന ഒരു അടിമ സ്ത്രീയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് മാരിയ വന്നത്, അല്ലെങ്കിൽ മാരിയയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് സൂചിപ്പിക്കാം. ഇപ്പോൾ ഉബാദ ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖൗഖിസിലേക്ക് അയക്കുന്നുണ്ട്. മുഖൗഖിസ് എന്ന് പറയുന്നത് ഈജിപ്തിന്റെ ഗവർണറാണ്. അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഭരിക്കുന്ന, അല്ലെങ്കിൽ മുഖൗഖിസ് ഈജിപ്തും അതുപോലെ അലക്സാൻഡ്രിയയുടെ ഒക്കെ ഗവർണറാണ്. മുഖൗഖിസ് എന്നുള്ള ഒരു ടൈറ്റിലാണ്. അദ്ദേഹത്തിന്റെ പേര് ജുറൈജ് എന്നായിരുന്നു ചരിത്രത്തിൽ കാണാൻ പറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിക്ക് ശേഷം എല്ലാ ആളുകൾക്കും, അല്ലെങ്കിൽ വിദേശ നാടുകൾ ഭരിക്കുന്ന ഗവർണർമാർക്കൊക്കെ കത്തുകൾ അയക്കുന്നുണ്ട്. പക്ഷേ ഈ ഹബശയിലുള്ള, അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ ഏരിയയിലുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഷാമിൽ നിന്നും, അഥവാ അന്നത്തെ സിറിയയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർ കോപ്റ്റിക് ക്രിസ്ത്യൻസ് ആണ്. അവർ ആ നാട്ടിലെ ആളുകളുമാണ്. മാത്രമല്ല അവർ കുറച്ചും കൂടി മതം അറിയുന്ന ആളുകൾ കൂടിയായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്താണ് ഈ കത്ത് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ. നിങ്ങളുടെ ആളുകളും അതുവഴി ഇസ്ലാം സ്വീകരിക്കും. അതുപോലെ തന്നെ നമ്മൾ അഹ്ലു കിതാബിലുള്ള ആളുകൾക്ക് അവരുടെ പ്രവാചകനും നമ്മുടെ പ്രവാചകനും വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുഖൗഖിസിന് ഈ കത്ത് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഒരു പ്രവാചകൻ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല, ഇസ്ലാം സ്വീകരിക്കാനുള്ള ധൈര്യമില്ല. കാരണം ഇസ്ലാം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെടും, സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, സലാമുൻ അലൈക്, ഞാൻ നിങ്ങളുടെ കത്ത് വായിച്ചു, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. എനിക്കറിയാം ഒരു പ്രവാചകൻ വരും എന്നുള്ളത്. പക്ഷെ അത് ഷാമിൽ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നിങ്ങളുടെ ദൂതനെ കൃത്യമായി ആദരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ സമ്മാനമായി കുറച്ച് സമ്മാനങ്ങൾ അയക്കുന്നുണ്ട്. 2 പെണ്ണുങ്ങളെ ഞാൻ അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആണിനെയും അയക്കുന്നുണ്ട്, ഒരു അടിമ പുരുഷനെയും അയക്കുന്നുണ്ട്, ഒരു കഴുത അയക്കുന്നുണ്ട് അങ്ങക്ക് സഞ്ചരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ ഒരു നല്ല ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. അപ്പോൾ 2 സ്ത്രീകളെയാണ് പറഞ്ഞയക്കുന്നത്, മാരിയയും സീരീനും. അവർ സിസ്റ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠനിയത്തിമാരായിരുന്നു, അല്ലെങ്കിൽ കസിൻസ് ആയിരുന്നു എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്തായാലും അവർ റിലേറ്റീവ്സ് ആണ്. അതേപോലെ തന്നെ മാരിയ ബിൻത് ഷഅമൂൻ എന്നാണ് ഈ മാരിയ റളിയല്ലാഹു അൻഹയുടെ പേര്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഖമില്ലാത്ത സമയത്ത് ചില സ്ത്രീകൾ പറയാറുണ്ടായിരുന്നു, നമ്മൾ അബസീനിയയിൽ വെച്ചിട്ട് ഒരു ചർച്ച് കണ്ടിട്ടുണ്ട്, ആ ചർച്ചിന്റെ പേര് മാരിയ എന്നായിരുന്നു. അപ്പോൾ മാരിയ എന്ന പേര് ഒരു മറിയം എന്ന പേരിൽ നിന്ന് വന്ന ഒരു ഡെറിവേറ്റീവ് ആണെന്നൊരു അഭിപ്രായമുണ്ട്. മാരിയ റളിയല്ലാഹു അൻഹ അവര് നല്ല സൗന്ദര്യമുള്ള, നല്ല ബുദ്ധി ഉണ്ടായിരുന്ന, അന്നത്തെ അവരുടെ ഇപ്പൊ ഈ മുഖൗഖിസിന്റെ ഇടയിൽ തന്നെ ഈ സെർവന്റ് ക്ലാസ്സിൽ തന്നെ കുറച്ച് എലീറ്റ് ആയിട്ടുള്ള, കുറച്ച് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്നായിരുന്നു മാരിയ റളിയല്ലാഹു അൻഹ എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു എലീറ്റ് ആയിട്ടുള്ള സെർവന്റിൽ 2 പേരെയും പ്രവാചകൻ അയക്കുന്നു. അതിൽ ഒരു പേര്, അല്ലെങ്കിൽ സീരീനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടിമ ആക്കി കൊണ്ടുപോകുന്നു. അതേപോലെ മാരിയയെ പ്രവാചകനും ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇതേപോലെ മാരിയയുമായി അവിടെ നിന്ന് വരുന്ന വഴിയിൽ തന്നെ, അവർ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാരിയ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹാത്തിബിന്റെ ഇസ്ലാമിക വിവരണം, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയുള്ള പ്രബോധനം കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ വന്ന ഉടനെ തന്നെ പ്രവാചകനെ കണ്ടപ്പോൾ സലാം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് മാത്രമല്ല, ഇനി ഉമ്മുൽ മുഅ്മിനീനിൽ പെട്ടതല്ല, മറിച്ച് ഭാര്യമാരിൽ പെട്ടതല്ല, മറിച്ച് അടിമയായിട്ട് തന്നെ ഉമ്മുൽ വലദ്, അഥവാ ഈ ഒരു അടിമയെ നമ്മൾ സ്വീകരിച്ച് ആ അടിമയിൽ നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയി മാറും, അഥവാ സ്വതന്ത്രരാകും എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. അപ്പോൾ ഉമ്മുൽ വലദ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന്റെ ഉമ്മയായി ഇവർ മാറുകയാണ്. അപ്പൊ മാരിയ റളിയല്ലാഹു അൻഹക്ക് ഹാജറ ബീവിയിൽ ഒരുപാട് സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഹാജറ ബീവിയും ഇതുപോലെ ഒരു അടിമ സ്ത്രീ ആയിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഹാജറ ബീവിയെ. അവരും അന്യ നാട്ടിൽ പോയി, ഒരു ബന്ധവുമില്ലാത്ത അറബ് നാട്ടിൽ, ഈജിപ്തിൽ നിന്നും അറബ് നാട്ടിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതുപോലെ തന്നെ സമാനമായ ഒരു അവസ്ഥയിലാണ് മാരിയ റളിയല്ലാഹു അൻഹയും അറബ് നാട്ടിൽ എത്തിപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈജിപ്ത് കീഴടക്കും, നിങ്ങൾ മിസ്ർ കീഴടക്കും, അതുകൊണ്ട് നിങ്ങൾ ആ നാട്ടിലുള്ള ആളുകളോട് നന്നായി പെരുമാറണം, അവർ നിങ്ങളുടെ കുടുംബക്കാരാണ്. അഥവാ ഉമ്മു ഇസ്മായിൽ ഹാജറ ബീവിയും ഈജിപ്തിൽ നിന്നുള്ളതാണ് എന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ
ഇതുപോലെ തന്നെ ഇപ്പൊ ജുവൈരിയ സഫിയ റളിയല്ലാഹു അൻഹയൊക്കെ ഇതുപോലെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതാണ്. പക്ഷെ അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മോചിപ്പിക്കുകയും എന്നാൽ ഇവരെ അടിമയായി തന്നെയാണ് നിലനിർത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയത്തിലും നമുക്ക് ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കുറച്ചു കാലം മാത്രമാണ് അവർ പ്രവാചകന്റെ കൂടെ ജീവിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഉമർ ഖത്താബിന്റെ ഖിലാഫത്തിൽ അവർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊരു വീട് ഖുബ ഏരിയയിൽ ആലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാരിസ് ബിൻ ഉമാൻ റളിയല്ലാഹു അൻഹു ആണ് ഒരുക്കി കൊടുത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീട് ഒരുക്കി കൊടുക്കുന്നു. അവർ ഹിജാബ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സീരീനിൽ ഹസാൻ ഇബ്നു സാബിത്തിന് ഒരു മകൻ ജനിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ഒരു മകൻ ജനിക്കുന്നുണ്ട്. ഇപ്പൊ സൂറത്തു തഹ്രീമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മാരിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട്. സൂറത്തു തഹ്രീമിന്റെ ഒരു അതിന്റെ സബബുൻ നുസൂൽ, അതിനെ ഇറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലം. പക്ഷെ ആ കാര്യം കൂടുതലും സഹിഹായി വന്നിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് സൈനബ് റളിയല്ലാഹു അൻഹയുടെ എതിരെ നടത്തിയ ഒരു ചെറിയൊരു ആ ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം ഉലമാക്കൾ, അല്ലെങ്കിൽ അതാണ് കുറച്ചുകൂടി സഹിയായി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാരിയ റളിയല്ലാഹു അൻഹയും ഇതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ഒരു വ്യഭിചാരോപണം നേരിട്ടിട്ടുണ്ടായിരുന്നു. അഥവാ ഈ പറഞ്ഞയച്ച ഒരു ഒരു മെയിൽ സെർവൻറ്റും ഉണ്ടായിരുന്നു, ഒരു പുരുഷൻ. അദ്ദേഹം ഈ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട് എന്ന് മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തുകയും ആ ഒരു സംഭവം കൂടി വളരെ വേദനാജനകമായ ഒരു ചരിത്രമാണ് അതും. കാരണം അതും പ്രവാചകൻ അലൈഹി റളിയല്ലാഹു വിട്ട് അന്വേഷിപ്പിക്കുകയും അങ്ങനെ അവർ ഈ വരുന്ന ഈ പുരുഷനായിട്ടുള്ള സെർവന്റ് അദ്ദേഹം ലൈംഗികമായി ഒരു യാതൊരുവിധ ഉത്തേജനവും ഇല്ലാത്ത അല്ലെങ്കിൽ ആംപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് അവർ കണ്ടെത്തുകയും അപ്പോൾ ഈ കളവും അല്ലെങ്കിൽ മുനാഫിക്കീങ്ങളുടെ ഈ ഒരു ഇതും കളവാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ചരിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 61 വയസ്സായ സമയത്ത് ആണ് മാരിയ റളിയല്ലാഹു അൻഹ ഗർഭിണിയാവുന്നത്. മാരിയ ഗർഭിണിയാവുന്ന ഖദീജ ബീവിക്ക് ശേഷം ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുഞ്ഞിനെ പിറക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നത് മാരിയക്കായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് അസ്സലാമു അലൈക്കും യാ അബ ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്. അഥവാ ഇബ്രാഹിമിന്റെ ഉപ്പ എന്നുള്ള രൂപത്തിൽ പ്രവാചകൻ ഈ വിവരം അറിയിക്കുകയാണ്. പ്രവാചകൻ വീട്ടിലേക്ക് പോയി ഈ ഇബ്രാഹിം എന്ന് ഈ മകന് പേരിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുന്നതോടുകൂടി ഇപ്പൊ നമ്മൾ അടിമസ്ത്രീയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ല, നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ അടിമ സമ്പ്രദായം എന്നുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഈ ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി മാരിയ റളിയല്ലാഹു അൻഹയുടെ സ്റ്റാറ്റസ് വളരെയധികം ഉയരുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഖദീജ ബീവിക്ക് ശേഷം മാരിയക്കാണ് ആദ്യമായി പ്രവാചകനിൽ ഒരു കുഞ്ഞ് ലഭിക്കുന്നത്. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുഞ്ഞിനെ നോക്കാനും പരിചരിക്കാനും, അല്ലെങ്കിൽ അറബികൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഈ കുട്ടിയെ വേറെ നോക്കാൻ, പാല് കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മു സൈഫ് എന്ന് പറയുന്ന അബൂ സൈഫിന്റെ ഭാര്യ ഉമ്മു സൈഫിനെയാണ് ഇത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം ദൗത്യം ഏറ്റെടുക്കാൻ ഒരുപാട് സ്ത്രീകൾ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വന്നിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സൈഫിനെയാണ് ഇത് ഏൽപ്പിച്ചത്. അപ്പോൾ 1.5 വയസ്സ് വരെ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ കുട്ടി ജീവിച്ചിരുന്നിട്ടുണ്ട്. 1.5 വയസ്സ്. ഇപ്പോൾ ഹിജറ 10ാമത്തെ വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമിനെ കാണാൻ പോവുകയാണ്. ആ ഇബ്രാഹിമിന് അസുഖം ബാധിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകളിൽ എടുത്ത് അദ്ദേഹം ഇബ്രാഹിം ആ കുഞ്ഞ് മരണവെപ്രാളത്തോട് കൂടിയിട്ട് മരണപ്പെടുന്നത് പ്രവാചകന്റെ മടിയിൽ കിടന്നിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുഞ്ഞ് മരണപ്പെടുന്ന കാഴ്ച കണ്ടിട്ട് പൊട്ടിക്കരയുന്നു, അല്ലെങ്കിൽ കണ്ണുനീര് വാർക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങളും പ്രവാചകരെ അങ്ങയും കരയുകയാണോ, അഥവാ മകൻ മരണപ്പെട്ട സങ്കടത്തിൽ അങ്ങും കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, കാരണം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നതൊക്കെ അധികം സന്ദർഭത്തിൽ കണ്ടിട്ടില്ല. ഒരു മകൻ മരണപ്പെട്ടാൽ ഇങ്ങനെ കരയുമോ, ക്ഷമ അവലംബിക്കേണ്ടതില്ലേ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കുറച്ച് അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കും, നമ്മുടെ ഹൃദയത്തിൽ വേദനയും ഉണ്ടാവും, പക്ഷെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്നും തന്നെ നമ്മൾ പറയില്ല. ഇതാണ് ക്ഷമയുടെ മാനദണ്ഡം. ഞാൻ ഇബ്രാഹിമിന്റെ മേലിൽ വിഷമിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ വിഷമിക്കാതിരിക്കുക എന്നുള്ളതല്ല ക്ഷമയുടെ മാനദണ്ഡം, മറിച്ച് നമ്മൾ വിഷമമുണ്ടാവും, നമ്മുടെ കണ്ണിൽ കണ്ണുനീര് പൊഴിക്കും, പക്ഷെ നമ്മൾ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയൂ, നമ്മൾ അള്ളാഹുവിനെതിരെ നമ്മൾ ഒന്നും തന്നെ ചിന്തിക്കില്ല എന്നുള്ളതാണ് ക്ഷമയുടെ മാനദണ്ഡം എന്നുള്ളത് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ ദിവസം തന്നെ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്,
സൂര്യന് ഗ്രഹണം സംഭവിക്കണം. അപ്പോൾ ഇന്ന് സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് നേരത്തെ അറിയും, കാരണം സൂര്യഗ്രഹണം സംഭവിക്കുന്നതൊക്കെ നമുക്ക് കലണ്ടറിൽ കാണാൻ പറ്റും. അപ്പോൾ നട്ടുച്ച സമയത്ത് സൂര്യഗ്രഹണം സംഭവിക്കുന്ന പറഞ്ഞാൽ സൂര്യനെ മറച്ചുകൊണ്ട് നമ്മൾ ഈ വെളിച്ചം മുഴുവൻ, ആ നാട്ടിൽ നിന്ന് വെളിച്ചം ഇല്ലാത്തൊരവസ്ഥ വരുന്നതാണ് സൂര്യഗ്രഹണം. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ ജനിക്കുന്ന ഒരു മകൻ മരണപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ സൂര്യൻ മറക്കപ്പെടുകയും ചെയ്യുമ്പോൾ സഹാബത്ത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നതാണ്, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിലും, മകൻ മരണപ്പെട്ടു പോയ ആ സന്ദർഭത്തിൽ വിഷമിക്കുന്ന ആ ഒരു വേളയിലും, സ്വന്തം ജനങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുമോ എന്നുള്ളതാണ് ആ പ്രവാചകൻ അപ്പോഴും ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, സൂര്യനും ചന്ദ്രനും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അത് ആരുടെയും ജനനത്തിനോ മരണത്തിനോ വേണ്ടിയിട്ട് അത് അസ്തമിക്കുകയോ അല്ലെങ്കിൽ ഗ്രഹണം സംഭവിക്കുകയോ ചെയ്യില്ല. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് വരെ, അത് ഒഴിവാവുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ബഖീയിലേക്ക് പോകുന്നു. അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഖബറിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ പ്രവാചകൻ ആ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടി പറയണം, അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമോ ഉപദ്രവമോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖബർ ജനാസ നടത്തിയത് മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ 6 or 7 കുട്ടികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മക്കൾ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെടുകയാണ്. 6 കുട്ടികളും ഫാത്തിമ റളിയല്ലാഹു മാത്രമാണ് പിന്നീട് പ്രവാചകന്റെ മരണശേഷവും ജീവിച്ചിരുന്നുണ്ടായിരുന്നത്. അതും കുറഞ്ഞ സമയം മാത്രം, 6 മാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിന് ശേഷം ഹജ്ജ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ട് അതിനുശേഷം ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുകയും ചെയ്യുകയാണ്. മാരിയ റളിയല്ലാഹു അൻഹ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലാണ് മരണപ്പെട്ടത്. അവർ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം, വളരെ സൈലന്റ് ആയിട്ട് അവരുടെ ഇബാദാത്തുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുകയും അവർ കുറച്ച് കഴിഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിൽ പോലും അത് പ്രവാചകൻ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ അടുത്തുപോലും എത്തൂല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.